115ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സസ് ഓഫ് സെയിൽസ് ഓവർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ്. ഫസ്റ്റ് ഓപ്ഷൻ നെറ്റ് പ്രോഫിറ്റ്, സെക്കൻഡ് ഓപ്ഷൻ ഗ്രോസ് പ്രോഫിറ്റ്, തേർഡ് ഓപ്ഷൻ റിട്ടേൺ ഓൺ അസറ്റ്, ഫോർത്ത് ഓപ്ഷൻ മാർജിൻ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എക്സസ് ഓഫ് സെയിൽസ് ആണ്. സെയിൽസ് കൂടുതലാണ് ഏതിനെ അപേക്ഷിച്ച്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ അപേക്ഷിച്ച് സെയിൽസ് കൂടുതലാണെങ്കിൽ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 115ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്. ആൻസർ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ സെയിലും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡൊക്കെ എവിടെയാണ് വരുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ P&L അക്കൗണ്ടാണ്. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ റിസൾട്ട് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഏത് ആൻസർ കൊടുക്കാം? 115ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 116ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റേറ്റ്മെൻറ്റ് ഷോവിങ് the financial status of a society at any given time is. First option trading account, second option balance sheet, third option profit and loss account, fourth option cash book. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അറ്റ് എനി ഗിവൺ ടൈമിലെ സൊസൈറ്റിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 116ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്. ആൻസർ ബാലൻസ് ഷീറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 117ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Annual depreciation for teak wood alamara is dash percentage. First option 5%, second option 10%, third option 15%, fourth option 20%. എത്ര പെർസെൻറ്റേജ് ആണ്? 117ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. ആൻസർ 5% ആണ്. ആനുവൽ അതായത് വാർഷിക ഡിപ്രിസിയേഷൻ ഫോർ ടീക്ക് വുഡ് അലമാര ഈസ് 5%. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 118ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ട്രാൻസ്ഫേർഡ് ടു capital reserve account? First option profit on forfeiture of shares, second option profit on sale of an asset, third option profit on issue of shares, fourth option profit on sale of fertilizers. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ നോട്ട് ട്രാൻസ്ഫർ ചെയ്യാത്തത് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക്. അതായത് താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ് ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാത്തത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 118ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ പ്രോഫിറ്റ് ഓൺ സെൽ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 119ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്? ഫസ്റ്റ് ഓപ്ഷൻ കോമൺ ഗുഡ് ഫണ്ട്, സെക്കൻഡ് ഓപ്ഷൻ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, തേർഡ് ഓപ്ഷൻ റിസർവ് ഫണ്ട്, ഫോർത്ത് ഓപ്ഷൻ മെമ്പർ റിലീഫ് ഫണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 119ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ആൻസർ എ ആണ്. ആൻസർ കോമൺ ഗുഡ് ഫണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അല്ലാത്തത്. സെക്ഷൻ 56 സബ്സെക്ഷൻ 1 പ്രകാരം കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടും റിസർവ് ഫണ്ടും മെമ്പർ റിലീഫ് ഫണ്ടും എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ആണ്. അപ്പം നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് പറഞ്ഞാൽ കോമൺ ഗുഡ് ഫണ്ടാണ്. അപ്പം 119ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 120ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഓൺ ഫണ്ട്? ഫസ്റ്റ് ഓപ്ഷൻ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, സെക്കൻഡ് ഓപ്ഷൻ സർപ്ലസ് ഓഫ് പ്രോഫിറ്റ്, തേർഡ് ഓപ്ഷൻ ഡിപ്പോസിറ്റ്, ഫോർത്ത് ഓപ്ഷൻ റിസർവ് ഫണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഓൺ ഫണ്ട് എലമെൻ്റ് അല്ലാത്ത ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതായത് താഴെ കൊടുത്തിട്ടുള്ള ഓപ്ഷനിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഓൺ ഫണ്ട് എലമെൻ്റ് അല്ലാത്തത് ഏതാണ്? 120ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ ഡിപ്പോസിറ്റ് ആണ്. പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലും സർപ്ലസ് ഓഫ് പ്രോഫിറ്റും റിസർവ് ഫണ്ട് എല്ലാം എലമെൻറ്റ് ഓഫ് ഓൺ ഫണ്ടാണ്. അപ്പോൾ നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ഓൺ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഡിപ്പോസിറ്റ് ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 121ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. IRAC norms means first option income recognition and capital adequacy norms, second option income recognition and asset classification norms, third option income recognition, asset classification and capital adequacy norms, fourth option income recognition, asset classification and provisioning norms. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? IRAC നോംസ് മീൻസ് 121ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ IRAC നോംസ് മീൻസ് ഇൻകം റെക്കഗ്നിഷൻ, അസറ്റ് ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രൊവിഷനിങ് നോംസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 122ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. NPA സ്റ്റാൻഡ് ഫോർ ഫസ്റ്റ് ഓപ്ഷൻ നെറ്റ് പെർഫോമിംഗ് അസറ്റ്, സെക്കൻഡ് ഓപ്ഷൻ നോൺ പെർഫോമിംഗ് അസറ്റ്, തേർഡ് ഓപ്ഷൻ നെറ്റ് പേബിൾ അസറ്റ്, ഫോർത്ത് ഓപ്ഷൻ നോൺ പേബിൾ അസറ്റ്. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? NPA സ്റ്റാൻഡ് ഫോർ നോൺ പെർഫോമിംഗ് അസറ്റ് ആണ്. അപ്പോൾ 122ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ NPA സ്റ്റാൻഡ് ഫോർ നോൺ പെർഫോമിംഗ് അസറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 123ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഓവർഡ്യൂ ലോൺ ഈസ് ടേക്കൺ ഇൻ ടു ദി ഇൻകം ഹെഡ് ഇൻ P&L അക്കൗണ്ട്, then first option full provisioning for equivalent amount may be made by charging the profit and loss account,
Second option, no provision is required to be made. Third option, 50% of such interest income may be provided in the profit and loss account. Fourth option, 25% of such interest has to be provided by charging the profit and loss account. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇഫ് ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഓവർഡ്യൂ ലോൺ, ഓവർഡ്യൂ ലോണിന് ഇൻട്രസ്റ്റ് അക്രൂഡ് കൂട്ടിയിട്ടിട്ടുള്ളത് ഈസ് ടേക്കൺ ഇൻ ടു ദി ഇൻകം ഹെഡ് ഇൻ ദി പി ആൻഡ് എൽ അക്കൗണ്ട്. അതായത് പി ആൻഡ് എൽ അക്കൗണ്ടിലെ ഇൻകം ഹെഡിൽ എന്തായിട്ടാണ് ടേക്കൺ, എങ്ങനെയാണ് എടുക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 123 ക്വസ്റ്റ്യൻ്റെ ആൻസർ, ഇഫ് ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ ഓവർഡ്യൂ ലോൺ ഈസ് ടേക്കൺ ടു ദി ഇൻകം ഹെഡ് ഇൻ ദി പി ആൻഡ് എൽ അക്കൗണ്ട്. ആൻസർ എ ആണ് ആൻസർ. ഫുൾ പ്രൊവിഷനിങ് വയ്ക്കും ഫോർ ഇക്വലൻ്റ് എമൗണ്ട്, തുല്യമായിട്ടുള്ള എമൗണ്ട് ഓവർഡ്യൂ മേ ബി മേഡ് ബൈ ചാർജിങ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. 123 ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 124 ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ആൻ അസറ്റ് ഐറ്റം? ഫസ്റ്റ് ഓപ്ഷൻ ക്യാഷ് ആൻഡ് ബാങ്ക് ബാലൻസ്, സെക്കൻഡ് ഇൻട്രസ്റ്റ് പേബിൾ, തേർഡ് ലോൺസ്, ഫോർത്ത് ഓപ്ഷൻ അക്യുമുലേറ്റഡ് ലോസസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ അസറ്റ് ഐറ്റം അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 124 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ആൻസർ ബി ആണ് ആൻസർ. ഇൻട്രസ്റ്റ് പേബിൾ ആണ്. ഇൻട്രസ്റ്റ് പേബിൾ കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല, ഇറ്റ്സ് എ ലയബിലിറ്റി ആണ്. അപ്പോൾ അസറ്റ് ഐറ്റം അല്ലാത്തത് ബി ആണ് ആൻസർ, ഇൻട്രസ്റ്റ് പേബിൾ ആണ്. അപ്പോൾ 124 ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 125 ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് ദ RBI ലെൻസ് മണി ടു കൊമേഴ്സ്യൽ ബാങ്ക്സ് in the event of any shortfall of funds? First option bank rate, second option interest rate, third option repo rate, fourth option reverse repo rate. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അതായത് ഷോർട്ട് ഫാൾ ഓഫ് ഫണ്ട്, കൊമേഴ്സ്യൽ ബാങ്കുകൾക്കൊക്കെ ഫണ്ടിൽ ഷോർട്ട് ഫാൾ വരാൻ നേരത്ത് RBI ലെൻഡ് കൊടുക്കും, മണി കടമായിട്ട് കൊടുക്കും. അതിന് RBI ചാർജ് ചെയ്യുന്ന റേറ്റിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 125 ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ് ആൻസർ. റെപ്പോ റേറ്റ് ആണ്. റെപ്പോ റേറ്റ് ഈസ് ദി റേറ്റ് അറ്റ് വിച്ച് ദി RBI ലെൻഡ്സ് മണി ടു ദി കൊമേഴ്സ്യൽ ബാങ്ക്സ് ഇൻ ദി ഇവന്റ് ഓഫ് എനി ഷോർട്ട് ഫാൾ ഓഫ് ഫണ്ട്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 126 ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ആൻ ഏണിംഗ് അസറ്റ്? ഫസ്റ്റ് ഓപ്ഷൻ ലോൺസ് ആൻഡ് അഡ്വാൻസസ്, സെക്കൻഡ് ഓപ്ഷൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, തേർഡ് ഓപ്ഷൻ ക്ലൈംസ് വിത്ത് അതർ ബാങ്ക്സ്, ഫോർത്ത് ഓപ്ഷൻ ക്യാഷ് ബാലൻസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏണിംഗ് അസറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 126 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ് ആൻസർ. ക്യാഷ് ബാലൻസ് ആണ് ഏണിംഗ് അസറ്റ് അല്ലാത്തത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 127 ക്വസ്റ്റ്യൻ നോക്കാം. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ഈസ് ഫസ്റ്റ് ഓപ്ഷൻ വർക്കിംഗ് ക്യാപിറ്റൽ, സെക്കൻഡ് ഓപ്ഷൻ ലിക്വിഡിറ്റി, തേർഡ് ഓപ്ഷൻ സോൾവൻസി, ഫോർത്ത് ഓപ്ഷൻ ഓവർ ട്രേഡിംഗ്. ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് പോകാം. കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ഈസ് 127 ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്, വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 128 ക്വസ്റ്റ്യൻ. സാലറി ആൻഡ് അതർ പേയ്മെൻറ്റ് ടു സ്റ്റാഫ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ ഇക്വിറ്റി കോസ്റ്റ്, സെക്കൻഡ് ഓപ്ഷൻ മാനേജ്മെൻറ്റ് കോസ്റ്റ്, തേർഡ് ഓപ്ഷൻ റിസ്ക് കോസ്റ്റ്, ഫോർത്ത് ഓപ്ഷൻ ഫിനാൻഷ്യൽ കോസ്റ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സാലറി ആൻഡ് അതർ പേയ്മെൻറ്റ് ടു സ്റ്റാഫ് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് കോസ്റ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 128 ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ് ആൻസർ. മാനേജ്മെൻറ്റ് കോസ്റ്റ് ആണ്. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 129 ക്വസ്റ്റ്യൻ നോക്കാം. ഡെബിറ്റ് ബാലൻസ് ഓഫ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ ലോസ്, സെക്കൻഡ് ഓപ്ഷൻ കറണ്ട് അസറ്റ്, തേർഡ് ഓപ്ഷൻ പ്രോഫിറ്റ്, ഫോർത്ത് ഓപ്ഷൻ ഫ്ലോട്ടിംഗ് അസറ്റ്. ഡെബിറ്റ് ബാലൻസ് ഓഫ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസ്, ക്രെഡിറ്റ് ഓൾ ഇൻകം ആൻഡ് ഗെയിൻസ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. അപ്പോൾ ആൻസർ ഏതാണ്? 129 ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്, ലോസ് ആണ്. 130 ക്വസ്റ്റ്യൻ നോക്കാം. DICGC is a wholly owned subsidiary of first option NABARD, second option RBI, third option SBI, fourth option IDBI. DICGC, Deposit Insurance Credit Guarantee Corporation, is a wholly owned subsidiary of 130 ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ് ആൻസർ. RBI ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 131 ക്വസ്റ്റ്യൻ നോക്കാം. The regulatory and supervisory authority of PAX is first option RBI, second option NABARD, third option RCS,
ഫോർത്ത് ഓപ്ഷൻ കോർപ്പറേഷൻ സെക്രട്ടറി. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ദ റെഗുലേറ്ററി ആൻഡ് സൂപ്പർവൈസറി അതോറിറ്റി ഓഫ് പാക്സ് പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി ഈസ് 131 ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്, രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 132 ക്വസ്റ്റ്യൻ. ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഹാസ് ടു മെയിൻറ്റെയിൻ ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ദെയർ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് ആസ് CRS cash reserve ratio. Yes. First option 3, second 4, third 5, fourth 18. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഒരു അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഹാസ് ടു മെയിൻറ്റെയിൻ എത്ര പെർസെൻറ്റേജ് ഓഫ് CRR ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഓഫ് ദെയർ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസിൻ്റെ? 132 ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ 4% ആണ്. ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഹാസ് ടു മെയിൻറ്റെയിൻ 4% ഓഫ് ദെയർ നെറ്റ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് ആസ് CRR ക്യാഷ് റിസർവ് റേഷ്യോസ് ആയിട്ട്. അപ്പോൾ 132 ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 133 ക്വസ്റ്റ്യൻ നോക്കാം. ദ മെയിൻ സോഴ്സ് ഓഫ് പ്രോഫിറ്റ് ഓഫ് ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ ഇൻട്രസ്റ്റ് ഇൻകം, സെക്കൻഡ് ഓപ്ഷൻ ട്രേഡ് ഇൻകം, തേർഡ് ഓപ്ഷൻ മിസ്ലേനിയസ് ഇൻകം, ഫോർത്ത് ഓപ്ഷൻ ലോക്കർ റെൻറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അതായത് മെയിൻ സോഴ്സസ് ഓഫ് എ പ്രോഫിറ്റ് ഓഫ് ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ പ്രോഫിറ്റിൻ്റെ മെയിൻ സോഴ്സസ് താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 133 ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ്. ആൻസർ ഇൻട്രസ്റ്റ് ഇൻകം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 134 ക്വസ്റ്റ്യൻ. ദ പ്രൊവിഷൻ റിക്വയർഡ് ഫോർ എ ലോസ് അസറ്റ്. ഡയറക്റ്റ് നമുക്ക് ആൻസറിലേക്ക് പോകാം. ഫസ്റ്റ് ഓപ്ഷൻ 10%, സെക്കൻഡ് ഓപ്ഷൻ 25%, തേർഡ് ഓപ്ഷൻ 50%, ഫോർത്ത് ഓപ്ഷൻ 100%. ദ പ്രൊവിഷൻസ് റിക്വയർഡ് ഫോർ എ ലോസ് അസറ്റ്. 134 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. 100% ആണ്, 100%. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 135 ക്വസ്റ്റ്യൻ നോക്കാം. The main sources of funds for the loans and advances of cooperative agriculture and rural development bank is first option on fund, second option deposits, third option retained profit, fourth option borrowing from NABARD. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ മെയിൻ സോഴ്സസ് ഓഫ് ഫണ്ട് ഫോർ ദി ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 135 ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. ആൻസർ ബോറോവിങ് ഫ്രം നബാർഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 136 ക്വസ്റ്റ്യൻ നോക്കാം. ആസ് പെർ സെക്ഷൻ 17 ഓഫ് BR ആക്ട് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് ഹാസ് ടു ട്രാൻസ്ഫർ ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് പ്രോഫിറ്റ് ടു റിസർവ് ഫണ്ട് എവറി ഇയർ. ഫസ്റ്റ് ഓപ്ഷൻ 10, സെക്കൻഡ് 15, തേർഡ് ഓപ്ഷൻ 20, ഫോർത്ത് ഓപ്ഷൻ 25. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ആസ് പെർ സെക്ഷൻ 17 ഓഫ് BR ആക്ട് അനുസരിച്ച് കോപ്പറേറ്റീവ് ബാങ്ക് ഹാസ് ടു ട്രാൻസ്ഫർ എത്ര പെർസെൻറ്റ് ഓഫ് ഇറ്റ്സ് നെറ്റ് പ്രോഫിറ്റ് ടു റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 136 ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ആൻസർ 20% ആണ്. ആസ് പെർ സെക്ഷൻ 17 ഓഫ് BR ആക്ട് എ കോപ്പറേറ്റീവ് ബാങ്ക് ഹാസ് ടു ട്രാൻസ്ഫർ 20% ഓഫ് ഇറ്റ്സ് പ്രോഫിറ്റ് ടു റിസർവ് ഫണ്ട് എവറി ഇയർ. എല്ലാ വർഷവും 20% ഓഫ് ഇറ്റ്സ് പ്രോഫിറ്റ് ടു റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 137 ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദി ഫോളോവിങ് ഡിപ്പോസിറ്റ്സ് allow the depositor to withdraw funds from the account without notice? First option time, second option demand, third option term, fourth option fixed. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വിച്ച് എമംഗ് ദി ഫോളോവിങ് ഡിപ്പോസിറ്റ്, താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് ഡിപ്പോസിറ്റിലാണ് അലോ ചെയ്യുന്നത്? എന്ത് അലോ ചെയ്യുന്നത്? ഡിപ്പോസിറ്ററിന് ടു വിഡ്രോ ഫണ്ട് വിഡ്രോ ചെയ്യാൻ ഫ്രം ദി അക്കൗണ്ടിൽ നിന്നും വിത്തൗട്ട് നോട്ടീസ് കൂടാതെ. അപ്പോൾ 137 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ആൻസർ ബി ആണ്. ആൻസർ ഡിമാൻഡ് ഡിപ്പോസിറ്റ് ആണ്. യെസ്, ഡിമാൻഡ് ഡിപ്പോസിറ്റ് അലൗ ദി ഡിപ്പോസിറ്റർ ടു വിഡ്രോ ഫണ്ട് ഫ്രം ദി അക്കൗണ്ട് വിത്തൗട്ട് നോട്ടീസ്. അപ്പോൾ 137 ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 138 ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി കേസ് ഓഫ് ഡാഷ് പൊസഷൻ ഓഫ് ദി സെക്യൂരിറ്റി ഈസ് പ്രാക്ടിക്കലി വിത്ത് ദി ബാങ്കർ. ഫസ്റ്റ് ഓപ്ഷൻ ഹൈപ്പോത്തിക്കേഷൻ, സെക്കൻഡ് ഓപ്ഷൻ മോർഗേജ്, തേർഡ് ഓപ്ഷൻ പ്ലഡ്ജ്, ഫോർത്ത് ഓപ്ഷൻ ഹയർ പർച്ചേസ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് കേസിലാണ് പൊസഷൻ ഓഫ് ദി സെക്യൂരിറ്റിയുടെ പൊസഷൻ ഇസ് എ പ്രാക്ടിക്കലി വിത്ത് ദി ബാങ്കറിൻ്റെ കയ്യിൽ വെക്കുന്നത്? പ്രാക്ടിക്കലി വിത്ത് ദി ബാങ്കർ. 138 ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ആൻസർ പ്ലഡ്ജ് ആണ്. ഇൻ ദി കേസ് ഓഫ് പ്ലഡ്ജ് പൊസഷൻ ഓഫ് ദി സെക്യൂരിറ്റി ഈസ് പ്രാക്ടിക്കലി വിത്ത് ദി ബാങ്കർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 139 ക്വസ്റ്റ്യൻ നോക്കാം. വെൻ വാസ് ദി DICGC എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ RBI? ഫസ്റ്റ് ഓപ്ഷൻ 1975, സെക്കൻഡ് ഓപ്ഷൻ 1978,
തേർഡ് ഓപ്ഷൻ 1979, ഫോർത്ത് ഓപ്ഷൻ 1981. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? RBI DICGC എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഏത് വർഷം ആണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 139ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ 1978. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 140ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് എമംഗ് ദി ഫോളോവിങ് സർവീസസ് കനോട്ട് ബി പ്രൊവൈഡഡ് ത്രൂ മൈക്രോ ATMs? ഫസ്റ്റ് ഓപ്ഷൻ ബാലൻസ് എൻക്വയറി, സെക്കൻഡ് ഓപ്ഷൻ ലെൻഡിങ് ലോൺസ്, തേർഡ് ഓപ്ഷൻ ഫണ്ട്സ് ട്രാൻസ്ഫർ, ഫോർത്ത് ഓപ്ഷൻ ക്യാഷ് വിഡ്രോവൽ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏത് സർവീസസ് ആണ് കനോട്ട് ബി പ്രൊവൈഡ് ചെയ്യില്ലാത്തത്? ഏത്? ത്രൂ മൈക്രോ ATMs വഴി. 140ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ആൻസർ ലെൻഡിങ് ലോൺസ് ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 141ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗാർണിഷ് ഓർഡർ ഈസ് ഇഷ്യൂഡ് ബൈ ഫസ്റ്റ് ഓപ്ഷൻ സെൻട്രൽ ഗവൺമെൻറ്, സെക്കൻഡ് ഓപ്ഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ്, തേർഡ് ഓപ്ഷൻ കോർട്ട് ഓഫ് ലോ, ഫോർത്ത് ഓപ്ഷൻ RBI. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഗാർണിഷ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? യെസ്, 141ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ആൻസർ കോർട്ട് ഓഫ് ലോ ആണ്. ഗാർണിഷ് ഓർഡർ ഈസ് ഇഷ്യൂഡ് ബൈ കോർട്ട് ഓഫ് ലോ. 142ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ഓപ്പണിംഗ് എ ന്യൂ ബ്രാഞ്ചസ് ഓഫ് ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് സാങ്ഷൻസ് ഓഫ് ഡാഷ് ഈസ് റിക്വയർഡ്? ഫസ്റ്റ് ഓപ്ഷൻ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സെക്കൻഡ് ഓപ്ഷൻ സെൻട്രൽ ഗവൺമെൻറ്, തേർഡ് ഓപ്ഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ്, ഫോർത്ത് ഓപ്ഷൻ RBI. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് ഒരു ന്യൂ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആരുടെ സാങ്ഷൻസ് ആവശ്യമാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 142ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ RBIയുടെ സാങ്ഷൻസ് ആണ്. ഫോർ ഓപ്പണിംഗ് എ ന്യൂ ബ്രാഞ്ച് ഓഫ് ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് സാങ്ഷൻസ് ഓഫ് RBI ഈസ് റിക്വയർഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 143ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബാങ്കേഴ്സ് ലീൻ cannot be exercised on first option check for collection, second option bills for collection, third option safe custody of valuables, fourth option call deposits. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ബാങ്കേഴ്സ് ലീൻസ് കനോട്ട് ബി എക്സസൈസ്ഡ് ഓൺ. ബാങ്കേഴ്സിൻ്റെ ലീൻ താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതിൽ എക്സസൈസ് ചെയ്യാൻ പാടില്ല എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 143ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ്. ആൻസർ സേഫ് കസ്റ്റഡി ഓഫ് വാല്യൂബിൾസ് ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 144ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡാഷ് റെപ്രസെൻറ്റ്സ് ദ റേറ്റ് അറ്റ് വിച്ച് ദ സെൻട്രൽ ബാങ്ക് അബ്സോർബ്സ് ലിക്വിഡിറ്റി ഫ്രം ദി ബാങ്ക്സ്? ഫസ്റ്റ് ഓപ്ഷൻ റെപ്പോ, സെക്കൻഡ് ഓപ്ഷൻ CRR, തേർഡ് ഓപ്ഷൻ PLR, ഫോർത്ത് ഓപ്ഷൻ റിവേഴ്സ് റിപ്പോ. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? സെൻട്രൽ ബാങ്ക് ലിക്വിഡിറ്റി ഫ്രം ദി ബാങ്കിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നത് ഏത് റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്ത എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 144ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ റിവേഴ്സ് റിപ്പോയാണ്. റിവേഴ്സ് റിപ്പോ റെപ്രസെൻറ്റ്സ് ദ റേറ്റ് അറ്റ് വിച്ച് ദ സെൻട്രൽ ബാങ്ക് അബ്സോർബ്സ് ലിക്വിഡിറ്റി ഫ്രം ദി ബാങ്ക്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 145ാമത്തെ ക്വസ്റ്റ്യൻ. ഡാഷ് ഇസ് ഡിസ്ക്രൈബ്ഡ് ആസ് സ്നാപ്പ് ഷോട്ട് ഓഫ് ബാങ്ക് ഫിനാൻഷ്യൽ പൊസിഷൻ? ഫസ്റ്റ് ഓപ്ഷൻ P&L അക്കൗണ്ട്, സെക്കൻഡ് ഓപ്ഷൻ ബാലൻസ് ഷീറ്റ്, തേർഡ് ഓപ്ഷൻ R&D, ഫോർത്ത് ഓപ്ഷൻ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ഡയറക്റ്റ് തന്നെ നമുക്ക് ആൻസർ എഴുതാൻ വേണ്ടി പറ്റും. സ്നാപ്പ് ഷോട്ട് ഓഫ് എ ബാങ്ക് ഫിനാൻഷ്യൽ പൊസിഷൻ. 145ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. ആൻസർ ബാലൻസ് ഷീറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 146ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് ദി എമൗണ്ട് ഓൺഡ് ടു എ ബാങ്ക് ദാറ്റ് ആർ നോട്ട് ഗോയിങ് ടു ബി റിസീവ്ഡ്? ഫസ്റ്റ് ഓപ്ഷൻ NPA, സെക്കൻഡ് ഓപ്ഷൻ ഔട്ട് ഓഫ് ഓർഡർ അക്കൗണ്ട്സ്, തേർഡ് ഓപ്ഷൻ ഓവർഡ്രോൺ അക്കൗണ്ട്സ്, ഫോർത്ത് ഓപ്ഷൻ ലോസ് അസറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ ദ എമൗണ്ട് ഓൺഡ് ടു എ ബാങ്ക് ഓൺഡ് ചെയ്യുന്ന എമൗണ്ട് ആണ്, പക്ഷേ ദാറ്റ് ആർ നോട്ട് ഗോയിങ് ടു ബി റിസീവ്ഡ്, അത് കിട്ടാൻ പോകുന്നില്ല. 146ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ്. ആൻസർ ലോസ് അസറ്റ് ആണ്. യെസ്. 147ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി ഡിജിറ്റ്സ് ആർ ദെയർ ഇൻ IFS കോഡ്? ഫസ്റ്റ് ഓപ്ഷൻ 9, സെക്കൻഡ് ഓപ്ഷൻ 10, തേർഡ് ഓപ്ഷൻ 11, ഫോർത്ത് ഓപ്ഷൻ 12. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എത്ര ഡിജിറ്റാണ് ഇൻ IFS കോഡിൽ ഉള്ളത്? 147ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. ആൻസർ 11 ഡിജിറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 148ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കോർ ബാങ്കിങ് ഈസ് എ ഡാഷ് ബ്രാഞ്ച് കമ്പ്യൂട്ടറൈസേഷൻ മോഡൽ? ഫസ്റ്റ് ഓപ്ഷൻ സെൻട്രലൈസ്ഡ്, സെക്കൻഡ് ഓപ്ഷൻ ഡീസെൻട്രലൈസ്ഡ്, തേർഡ് ഓപ്ഷൻ യൂണിഫൈഡ്, ഫോർത്ത് ഓപ്ഷൻ ATM. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കോർ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഏത് ബ്രാഞ്ച് കമ്പ്യൂട്ടറൈസേഷൻ മോഡൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? 148ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. സെൻട്രലൈസ്ഡ് ആണ്. കോർ ബാങ്കിങ് ഈസ് എ സെൻട്രലൈസ്ഡ് ബ്രാഞ്ച് കമ്പ്യൂട്ടറൈസേഷൻ മോഡലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 149ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദി എൻഡോസർ സൈൻ ഹിസ് നെയിം ഓൺലി ദ എൻഡോസ്മെൻറ്റ് ഈസ് സെഡ് ടു ബി? ഫസ്റ്റ് ഓപ്ഷൻ എൻഡോസ്മെൻറ്റ് ഇൻ ബ്ലാങ്ക്,
സെക്കൻഡ് ഓപ്ഷൻ എൻഡോസ്മെൻറ്റ് ഇൻ ഫുള്ള്, തേർഡ് ഓപ്ഷൻ കണ്ടീഷണൽ എൻഡോസ്മെൻറ്റ്, ഫോർത്ത് ഓപ്ഷൻ റെസ്ട്രിക്റ്റഡ് എൻഡോസ്മെൻറ്റ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എൻഡോസർ സൈൻ ഹിസ് നെയിം മാത്രം, നെയിം ഓൺലി, ദ എൻഡോസ്മെൻറ്റ് ഈസ് സെഡ് ടു ബി, ആ എൻഡോസ്മെൻറ്റിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 149 ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ് ആൻസർ, എൻഡോസ്മെൻറ്റ് ഇൻ ബ്ലാങ്ക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 150 ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് നോട്ട് ദി കീ എലമെൻറ്റ് ഓഫ് ദി KYC പോളിസി? ഫസ്റ്റ് ഓപ്ഷൻ കസ്റ്റമർ അക്സെപ്റ്റൻസ് പോളിസി, സെക്കൻഡ് ഓപ്ഷൻ കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ പ്രൊസീജിയർ, തേർഡ് ഓപ്ഷൻ മോണിറ്ററിംഗ് ഓഫ് ട്രാൻസാക്ഷൻ, ഫോർത്ത് ഓപ്ഷൻ നൺ ഓഫ് ദി എബോവ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? താഴെ കൊടുത്തിട്ടുള്ളതിൽ കീ എലമെൻ്റ് അല്ലാത്തത് ഏതിൻ്റെ? KYC പോളിസിയുടെ, നോ യുവർ കസ്റ്റമർ പോളിസിയുടെ. യെസ്, കസ്റ്റമർ അക്സെപ്റ്റൻസ് പോളിസി കീ എലമെൻ്റാണ്, കസ്റ്റമർ ഐഡൻറ്റിഫിക്കേഷൻ പ്രൊസീജിയറും കീ എലമെൻ്റാണ്, മോണിറ്ററിംഗ് ഓഫ് ട്രാൻസാക്ഷനും കീ എലമെൻ്റാണ്. അപ്പോൾ അല്ലാത്തത് ഏതാണ്? നൺ ഓഫ് ദിസ് ആണ്, ഡി, നൺ ഓഫ് ദിസ്. അപ്പോൾ 150 ക്വസ്റ്റ്യൻ ആൻസർ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 151 ക്വസ്റ്റ്യൻ നോക്കാം. കോപ്പറേറ്റീവ് ബാങ്ക്സ് ഹാവിംഗ് ടോട്ടൽ അസറ്റ് ഓഫ് ഓവർ ₹1,000 crores but less than ₹2,000 crores as on 31st March 2020 will be required to implement system based on asset classification from first option June 30, 2021, second option September 30, 2021, third option December 31, 2021, fourth option March 31, 2022. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? കോപ്പറേറ്റീവ് ബാങ്ക്സ് ഹാവിംഗ് ടോട്ടൽ അസറ്റ് ഓഫ് ഓവർ ₹1,000 crores 1000 കോടിക്ക് മുകളിൽ, ബട്ട് ലെസ് ദാൻ ₹2,000 crores 2000 കോടിക്ക് താഴെയാണെങ്കിൽ ആസ് ഓൺ 31st March 2020 വിൽ ബി റിക്വയർഡ് ടു ഇംപ്ലിമെൻറ്റ് സിസ്റ്റം. ഏത് സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യണം? ബേസ്ഡ് ഓൺ അസറ്റ് ക്ലാസിഫിക്കേഷൻ ഫ്രം, എന്നു മുതൽ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 151 ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ് ആൻസർ, സെപ്റ്റംബർ 30, 2021 മുതൽ. നോക്കാം. കോപ്പറേറ്റീവ് ബാങ്ക്സ് ഹാവ് ഇൻ ടോട്ടൽ അസറ്റ് ഓഫ് ഓവർ ₹1,000 crores ബട്ട് ലെസ് ദാൻ ₹2,000 crores as on 31st March 2020 will be required to implement system based asset classification from സെപ്റ്റംബർ 30, 2021 മുതൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 152 ക്വസ്റ്റ്യൻ നോക്കാം. When a banker accepts valuables and documents from a customer for safe custody, banker customer relationship is first option bailier, second option pledger, third option agent and principal, fourth option trustee and beneficiary. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? വെൻ ബാങ്കർ അക്സെപ്റ്റ് ചെയ്യുകയാണ് വാല്യുബിൾസ് ആൻഡ് ഡോക്യുമെൻറ്റ്സ് ഫ്രം എ കസ്റ്റമർ ഫോർ സേഫ് കസ്റ്റഡിക്ക്, അങ്ങനെയെങ്കിൽ ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 152 ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ് ആൻസർ, ബൈലിയർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 153 ക്വസ്റ്റ്യൻ നോക്കാം. മണി ലോണ്ടറിങ് മീൻസ് ഫസ്റ്റ് ഓപ്ഷൻ കൺവേർഷൻ ഓഫ് അസറ്റ്സ് ഇൻ ടു ക്യാഷ് ടു മേക്ക് ദം ലെജിറ്റിമേറ്റ്, സെക്കൻഡ് ഓപ്ഷൻ കൺവേർഷൻ ഓഫ് മണി വിച്ച് ഈസ് ഇല്ലീഗലി ഒബ്റ്റൈൻഡ് ടു മേക്ക് ദം ലെജിറ്റിമേറ്റ്, third option conversion of cash into gold to make them legitimate, fourth option all of the above. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? മണി ലോണ്ടറിങ് മീൻസ്, മണി ലോണ്ടറിങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? താഴെ കൊടുത്തുള്ള ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് 153 ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ് ആൻസർ, കൺവേർഷൻ ഓഫ് മണി വിച്ച് ഈസ് ഇല്ലീഗലി ഒബ്റ്റൈൻഡ് ടു മേക്ക് ദം ലെജിറ്റിമേറ്റ്. എന്താണ്? അതായത് മണി ഒബ്റ്റൈൻഡ് ഇല്ലീഗലി ഒബ്റ്റൈൻ ചെയ്തിട്ടുള്ള മണി ടു മേക്ക് ദം എന്തായിട്ട് മാറ്റുക? നിയമപരമായിട്ട് മാറ്റുക. അതാണ് മണി ലോണ്ടറിങ് മീൻസ് ചെയ്യുന്നത്. അപ്പോൾ 153 ക്വസ്റ്റ്യൻ ആൻസർ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 154 ക്വസ്റ്റ്യൻ നോക്കാം. Fin India was set up by the government of India in first option 2002, second option 2004, third option 2008, fourth option 2000. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഫിൻ ഇന്ത്യ വാസ് സെറ്റ് അപ്പ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ 154 ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ് ആൻസർ, 2004. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 155 ക്വസ്റ്റ്യൻ. ദ ബാലൻസ് ഇൻ നോഫ്രിൽ അക്കൗണ്ട് മസ്റ്റ് നോട്ട് എക്സീഡ് റുപ്പീസ്. ഫസ്റ്റ് ഓപ്ഷൻ 20,000, സെക്കൻഡ് ഓപ്ഷൻ 25,000, തേർഡ് ഓപ്ഷൻ 50,000, ഫോർത്ത് ഓപ്ഷൻ 1 lakh. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? നോഫ്രിൽ അക്കൗണ്ടിൽ ദ ബാലൻസ് മസ്റ്റ് നോട്ട് എക്സീഡ്, എത്ര എമൗണ്ടിൽ അധികരിക്കരുത്? അപ്പോൾ 155 ക്വസ്റ്റ്യൻ്റെ ആൻസർ സി ആണ് ആൻസർ, 50,000 ആണ്. ദ ബാലൻസ് ഇൻ നോഫ്രിൽ അക്കൗണ്ട് മസ്റ്റ് നോട്ട് എക്സീഡ് റുപ്പീസ് 50,000, 50,000. അപ്പോൾ 155 ക്വസ്റ്റ്യൻ ആൻസർ സി ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 156 ക്വസ്റ്റ്യൻ നോക്കാം. എ കോപ്പറേറ്റീവ് ബാങ്ക് may with the prior approval of the RBI
ഇഷ്യൂ ബൈ വേ ഓഫ് ഡാഷ് ഇക്വിറ്റി ഷെയർസ് ഓർ പ്രിഫറൻസ് ഷെയർസ്. ഫസ്റ്റ് ഓപ്ഷൻ പബ്ലിക് ഇഷ്യൂ ഓർ പ്രൈവറ്റ് ഇഷ്യൂ, സെക്കൻഡ് ഓപ്ഷൻ പബ്ലിക് ഇഷ്യൂ, തേർഡ് ഓപ്ഷൻ പ്രൈവറ്റ് ഇഷ്യൂ, ഫോർത്ത് ഓപ്ഷൻ ഇഷ്യൂ ടു മെമ്പേഴ്സ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എ കോപ്പറേറ്റീവ് ബാങ്ക് മേ വിത്ത് ദി പ്രയർ അപ്രൂവൽ ഓഫ് ദി RBI. ഒരു കോപ്പറേറ്റീവ് ബാങ്ക് RBIയുടെ മുൻകൂർ അനുവാദം വാങ്ങി ഇഷ്യൂ ബൈ വേ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓർ പ്രിഫറൻസ് ഷെയർസ്. അതായത് ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും എങ്ങനെ ഇഷ്യൂ ചെയ്യാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏത് വേയിൽ? 156ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എ ആണ് ആൻസർ, പബ്ലിക് ഇഷ്യൂ ഓർ പ്രൈവറ്റ് ഇഷ്യൂ. എ കോപ്പറേറ്റീവ് ബാങ്ക് മേ വിത്ത് ദി പ്രയർ അപ്രൂവൽ ഓഫ് ദി RBI ഇഷ്യൂ ബൈ വേ ഓഫ് പബ്ലിക് ഇഷ്യൂ ഓർ പ്രൈവറ്റ് ഇഷ്യൂ ഇക്വിറ്റി ഷെയർസ് ഓർ പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ 156ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 157ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ ഡ്രോയി ഇൻ ദി ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്യാൻ ഓൾസോ ബി എ. ഫസ്റ്റ് ഓപ്ഷൻ ക്രെഡിറ്റർ, സെക്കൻഡ് ഓപ്ഷൻ ബാങ്കർ, തേർഡ് ഓപ്ഷൻ പേയി, ഫോർത്ത് ഓപ്ഷൻ ഓൾ ഓഫ് ദി എബോവ്. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ബിൽ ഓഫ് എക്സ്ചേഞ്ചിൽ ഡ്രോയി എന്ന് പറഞ്ഞാൽ ക്യാൻ ഓൾസോ ബി ആരാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 157ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ CSEB ആൻസർക്ക് അനുസരിച്ച് വന്നിട്ടുള്ളത് സി ആണ് വന്നിട്ടുള്ളത്, പേയി ആണ്. ശരിക്കും ഡ്രോയി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ഡ്രോവർ എന്ന് ആരാണെന്ന് നോക്കാം. ഡ്രോവർ എന്ന് പറഞ്ഞാൽ ഹൂ ഡ്രോസ് ഓർ മേക്സ് ദി ബില്ലാണ്. ആരാണോ പേയ്മെൻറ്റ് തരാനുള്ള വ്യക്തി ആ വ്യക്തിനാണ് ഡ്രോയി എന്ന് പറയുന്നത്. അപ്പോൾ ഡ്രോയി എന്ന് പറഞ്ഞാൽ തരാനുള്ള വ്യക്തിനെ പറ്റി ഡെപ്റ്റർ എന്നുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. വേണമെങ്കിൽ ബാങ്കർ എന്ന് കൊടുക്കാമായിരുന്നു. പക്ഷേ ആൻസർ വന്നേക്കണം 157ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർക്ക് അനുസരിച്ച് സി പേയി ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 158ാമത്തെ ക്വസ്റ്റ്യൻ. എനി ലോൺ ടേക്കൺ ഫോർ അഗ്രികൾച്ചർ പർപ്പസസ് ഓർ സ്മോൾ ഹോം ബിസിനസ് across the rural areas in India is known as. First option micro credit, second option rural credit, third option small credit, fourth option SME credit. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? Any loan taken for agriculture purposes or small home ബിസിനസ്സിന് അക്രോസ് ദി റൂറൽ ഏരിയയിൽ ഇൻ ഇന്ത്യ അതിന് പറയുന്ന പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 158ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ് ആൻസർ, റൂറൽ ക്രെഡിറ്റ് ആണ്. അതായത് എനി ലോൺ ടേക്കൺ ഫോർ അഗ്രികൾച്ചർ പർപ്പസസ് ഓർ സ്മോൾ ഹോം ബിസിനസ് അക്രോസ് ദി റൂറൽ ഏരിയാസ് ഇൻ ഇന്ത്യ ഈസ് നോൺ ആസ് ആൻസർ ബി, റൂറൽ ക്രെഡിറ്റ് ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 159ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ മൈനർ ഡ്രോ എൻഡോസ് ഡെലിവർ ആൻഡ് നെഗോഷിയേറ്റ്സ് negotiable instrument it finds. First option all the parties including the minor, second option minor only, third option minor and drawer, fourth option all the parties except the minor. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഇഫ് മൈനർ ഡ്രോ എൻഡോസ് ഡെലിവർ ആൻഡ് നെഗോഷിയേറ്റ്സ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഇറ്റ് ഫൈൻസ് ചെയ്യുന്നത്. 159ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഡി ആണ് ആൻസർ, ഓൾ ദി പാർട്ടീസ് ആണ് എക്സെപ്റ്റ് ദി മൈനർ ആണ്. അപ്പം മൈനർ ഡ്രോ എൻഡോസ് ഡെലിവർ ആൻഡ് നെഗോഷിയേറ്റ്സ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ് ഇറ്റ് ഫൈൻസ് ചെയ്യുന്നത് താഴെ കൊടുത്തുള്ള ഓപ്ഷനോട്ട് അനുസരിച്ച് സൂട്ടബിൾ ആൻസർ ഡി ആണ്, ഓൾ ദി പാർട്ടീസ് എക്സെപ്റ്റ് ദി മൈനർ. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 160ാമത്തെ ക്വസ്റ്റ്യൻ. A deposit is treated as unclaimed matured deposit after a period of first option 2 years after maturity, second option 5 years after maturity, third option 10 years after maturity, fourth option 12 years after maturity. എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? എ ഡിപ്പോസിറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ട്രീറ്റ് ചെയ്യുന്നത് ആസ് അൺക്ലൈംഡ് മച്ചുവേർഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ആഫ്റ്റർ എ പീരീഡ് ഓഫ് എത്ര നാൾ കഴിഞ്ഞ ശേഷം ആണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 160ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ സി ആണ് ആൻസർ, 10 years ആഫ്റ്റർ മച്യൂരിറ്റി ആണ്. ഓക്കെ.